ശ്രീ വി.പി. മുസ്തഫ, ഈ 30 വർഷത്തെ ഒരു കാലയളവ് നമ്മൾ എടുത്തു നോക്കിയാൽ ഈ കൂത്തുപറമ്പ് സമരത്തെ വികലമായി ചിത്രീകരിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം വളരെ കൃത്യമായി കൂത്തുപറമ്പ് സമരം എന്തിനായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു നിലകൊണ്ടത്, ഇപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ആശയ വ്യക്തത വരുത്തിക്കൊണ്ടായിരുന്നു സഖാവ് പുഷ്പൻ സംസാരിച്ചത്. അതായത് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാൻ ഒരു കാലത്തും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നത് വളരെ പ്രസക്തമാണ്. ഈ കൂത്തുപറമ്പ് സമരം എന്ന് പറയുമ്പോൾ അതിവൈകാരികമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അതിലെ ജീവിക്കുന്ന രക്തസാക്ഷിയെ കൊണ്ട് പലവരും ഈ സമരത്തിനെതിരെ പറയിപ്പിക്കാൻ ശ്രമമുണ്ടായി, നയങ്ങൾക്കെതിരെ പറയിപ്പിക്കാൻ ശ്രമമുണ്ടായി. അപ്പോഴെല്ലാം അദ്ദേഹം എടുത്ത ഒരു നിലപാട് അതിവിടെ നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ടതല്ലേ? തീർച്ചയായും നിങ്ങൾ കാണേണ്ടത്, പുഷ്പന് വെടിയേൽക്കുമ്പോ വെറും 24 വയസ്സാണ് പ്രായം. 24 എന്ന് പറയുന്നത് നമ്മൾ ടീനേജ് ഒക്കെ കഴിഞ്ഞ് യൗവന തീഷ്ണമായ നാളുകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം. പുഷ്പനാകട്ടെ, ഇവിടെ നേരത്തെ സഖാവ് എം സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്റെ തൊഴിലിന്റെ ഭാഗമായി ബാംഗ്ലൂര് പോലെ ഒരു മഹാനഗരത്തിൽ ജീവിക്കുന്നയാളുമാണ്. അപ്പൊ ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന, അത്തരത്തിൽ ഇന്നത്തെ ഒരു ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി ജീവിതത്തിനുള്ള സാധ്യതകൾ തേടാവുന്ന ഒരു പ്രായത്തിലാണ് സുഷുമ്നാ നാഡിക്ക് വെടിയേറ്റ് ജീവിതത്തിൽ ഇനി തനിക്ക് എഴുന്നേൽക്കാൻ പോലും ആവില്ല എന്ന തിരിച്ചറിവിൽ കഴിഞ്ഞ 30 വർഷം അദ്ദേഹം ജീവിക്കുന്നത്. ഏത് സാധാരണ മനുഷ്യനും നിരാശയുടെ പടുകുഴിയിൽ വീണുപോകാം. എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ചുറ്റും ആളില്ലല്ലോ. അദ്ദേഹം ഒറ്റയ്ക്ക് കടന്നു പോകുന്ന കുറച്ച് മണിക്കൂറോ നിമിഷങ്ങളെങ്കിലും ഉണ്ടാകുമല്ലോ ഈ 30 വർഷത്തിനിടയിൽ. ഏതെങ്കിലും ഒരു ദിവസം, ഒരു നേരം, ഒരു 10 മിനിറ്റെങ്കിലും അദ്ദേഹം തനിച്ചായി പോയിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് പോലും ഇങ്ങനെ കിടക്കേണ്ടി വന്നതിൽ തന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന ഒരു നിരാശ ആ മനസ്സിനെ പിടികൂടാതെ അങ്ങേയറ്റത്തെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തോടെയും പ്രത്യയശാസ്ത്ര ദാർഢ്യത്തോടെയും അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലെ ഒരു വലിയ മാതൃകയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട്, പൊതുപ്രവർത്തനം കൊണ്ട് തനിക്കെന്ത് കിട്ടും എന്ന് ആളുകൾ ആലോചിക്കുന്ന കാലം, വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ പോലും, MLA ആയും അതുപോലെ മറ്റ് വലിയ പദവികളും സ്ഥാനമാനങ്ങളും ലഭിച്ചവർ പോലും അതൊക്കെ കൊണ്ട് തനിക്കെന്ത് കിട്ടും, തന്റെ അജണ്ടകൾ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നാഗ്രഹിക്കുന്ന കാലത്താണ് ഒരു പബ്ലിക് കോസിന് വേണ്ടി, ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഇങ്ങനെ ഊരിക്കൊടുക്കേണ്ടി വന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ സാർത്ഥകമാക്കിയ 2 കൊല്ലമാണ്. കൃത്യമായിട്ട് നമ്മൾ അത് ഒന്നുകൂടി ആവർത്തിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു കൂത്തുപറമ്പ് സമരത്തിന്റെ കൃത്യമായ മുദ്രാവാക്യം? തീർച്ചയായിട്ടും അന്നത്തെ UDF ഭരണകാലം വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നു, സർവ്വ മേഖലയിലും അഴിമതി. ഈ പൊതു അവസ്ഥയിൽ കണ്ണൂരിലെ കൂത്തുപറമ്പിലെ സമരത്തിന്റെ ശരിയായ അവിടെ അന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം, ഒന്ന് പരിയാരം ആരംഭിക്കാൻ പോകുന്ന മെഡിക്കൽ കോളേജിന്റേതും, 2 അന്നത്തെ ജില്ലാ ബാങ്കുകളിലെ അഴിമതി നിയമനത്തിന്റെയും പ്രശ്നമാണ്. കണ്ണൂർ ജില്ലയിലെ പരിയാരത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു TB സാനിറ്റോറിയം, ക്ഷയരോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാലയം ആരംഭിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള സൗജന്യ ഭൂമി, 100 കണക്കിന് ഏക്കർ ഭൂമിയുള്ളത്. അവിടെയാണ് UDF ഭരണകാലത്ത് ഒരു മെഡിക്കൽ കോളേജ് എന്ന നിർദ്ദേശവുമായിട്ട് വരുന്നത്. പൊതുസ്ഥലമാണ്, പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആ പബ്ലിക് പ്രോപ്പർട്ടി പക്ഷേ അന്നത്തെ ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകളുടെ പേരിലുള്ള ഒരു ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റിക്കൊടുക്കുന്നു. എന്നിട്ട് ആ ട്രസ്റ്റ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നു. പൊതുഭൂമിയും പൊതു പണവും ഉപയോഗിച്ച് സ്വകാര്യ ട്രസ്റ്റിന് കൈകാര്യം ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന പ്രശ്നമാണ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ പേരിലുള്ള തട്ടിപ്പിനെതിരായിട്ട് സമരം. മെഡിക്കൽ കോളേജിനെതിരായിട്ടില്ല സമരം. മെഡിക്കൽ കോളേജ് വരണം, പക്ഷെ പൊതു പണവും പൊതുഭൂമിയും പൊതു സ്വത്തും ഉപയോഗിച്ച് സ്വകാര്യ ട്രസ്റ്റിന്റെ പേരിലേക്ക് ആരംഭിക്കുന്നു. അതിനെതിരായിട്ടാണ് സമരം. ഇന്നിപ്പോ ശ്രീരാവ് പുഷ്പന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ നമ്മൾ നിൽക്കുമ്പോ അഭിമാനപൂർവം പറയാം, ആ സഹന സമരത്തിന് വലിയ നേട്ടമുണ്ടായി. കണ്ണൂരിലെ പൊതുഭൂമി സംരക്ഷിച്ചു, പൊതു പണം സംരക്ഷിച്ചു. ആ മെഡിക്കൽ കോളേജ് ഇന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അന്ന്
ജീവൻ ഊരിക്കൊടുത്ത് നടത്തേണ്ടി വന്ന സമരം അതിന്റെ മുദ്രാവാക്യം സാർത്ഥകമായത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ്. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പരിയാരത്തെ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് ഇന്നിപ്പോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജായി ഒരു പൊതുസ്ഥാപനമായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. നാളെ മറ്റന്നാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളുടെ മക്കൾക്കോ അവരുടെ പിന്തുടർച്ചാവകാശികൾക്കോ പോകാതെ നാടിന്റെ പൊതുസ്വത്തായി മാറി. 2, ജില്ലാ ബാങ്കുകളിലെ അഴിമതി നിയമനമായിരുന്നു പ്രശ്നം. അന്നത്തെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ അഴിമതികൾക്കെതിരായിരുന്നു സമരം. എന്തുണ്ടായി ഗുണം? ജില്ലാ ബാങ്കുകളിലെ നിയമനം PSCക്ക് വിടാൻ വേണ്ടി സാധിപ്പിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെയാക്കി. ഭരിക്കുന്നവരുടെ ആശ്രിതരെയും അവരുടെ ആളുകളെയും പിൻവാതിലൂടെ നിയമനം നടത്തുന്നതിന് പകരം. അതുകൊണ്ട് ഇന്നിപ്പോ നമുക്ക് കേരള ബാങ്കായിട്ട് അത് പരിവർത്തിപ്പിക്കുമ്പോൾ വളരെ എളുപ്പം നല്ല മുന്നേറ്റം സാധിച്ചു. അങ്ങനെ ശ്രീ പുഷ്പൻ ഉൾപ്പെടെ 6 സുഖാക്കളുടെ ജീവിതം ഊരിക്കൊടുത്ത ആ സമരം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും പൊതുമേഖലയുടെ സംരക്ഷണത്തിലും വലിയ നേട്ടങ്ങൾ. നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ ബലി കൊടുത്തിട്ട് എന്തുണ്ടായി ഗുണം എന്നായിരുന്നു. വലിയ വലിയ ത്യാഗമാണ്. ഒരുപക്ഷെ കയ്യൂരിലേതുപോലെ, കരിവള്ളൂരിലേതുപോലെ, പുന്നപ്ര വയലാറിലേതുപോലെ സ്വാതന്ത്ര്യപൂർവ്വ കാലത്തിന് ശേഷമുണ്ടായ സ്വാതന്ത്ര്യപൂർവ്വ കാലത്തിന് മുമ്പുണ്ടായ ആ സമരങ്ങൾക്ക് ശേഷം നമ്മുടെയൊക്കെ തലമുറയിലെ ഐതിഹാസികമായ ഒരു സമരം, അതിന്റെ മുദ്രാവാക്യം അന്ന് കയ്യൂരും കരിവള്ളൂരും ഒക്കെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം കൃഷിഭൂമി കൃഷിക്കാരന്, അത് 57-ൽ EMS ഗവൺമെന്റ് വന്നപ്പോൾ സാർത്ഥകമാക്കി. 94-ലെ അന്നത്തെ UDF ഗവൺമെന്റിന്റെ അഴിമതിക്കും കച്ചവടത്തിനുമെതിരെ നടത്തിയ മുദ്രാവാക്യം 2016-ൽ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോൾ സാർത്ഥകമാക്കാൻ വേണ്ടി കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ വലിയ ചാരിതാർത്ഥ്യത്തോടെയാണ് ശ്രീ പുഷ്പൻ നമ്മുടെ ഒപ്പം നിന്നത്. അതുകൊണ്ട് അതൊരു വലിയ മാതൃകയാണ്. ഇങ്ങനെ ഈ 30 വർഷം ഇങ്ങനെ കിടക്കുമ്പോഴും നിരാശയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ തന്നെ ഇങ്ങനെ ആക്കിയത് ഈ പാർട്ടിയൊക്കെ അല്ലേ, ഇതിനു വേണ്ടി സമരം ചെയ്യാൻ പോയിട്ടല്ലേ ഞാൻ ഇങ്ങനെ ആക്കിയത് എന്ന ഒരു പരോക്ഷ വിമർശനം പോലും ഒരു തവണ പോലും ശ്രീ പുഷ്പനിൽ നിന്നും ഉണ്ടായില്ല. നിങ്ങൾ നോക്കി എത്ര തവണ നമ്മുടെ മാധ്യമങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ പുഷ്പന്റെ അടുത്ത് പോയിട്ട് ഈ ചാനലുകാരും ആളുകളും കുത്തി ആ സഖാവിന്റെ അടുത്ത് ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഒരു തവണ പോലും ഉണ്ടായില്ല. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന പുതിയ ചില സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ 3 പതിറ്റാണ്ട് കാലം താൻ വിശ്വസിച്ച രാഷ്ട്രീയത്തിനും താൻ ഉയർത്തിപ്പിടിച്ച ആദർശത്തിനും വേണ്ടി നിലകൊള്ളാൻ കാണിച്ചിട്ടുള്ള പുഷ്പന്റെ ആ ഒരു മാതൃകയാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്തെ തലമുറ, ന്യൂ ജനറേഷൻ. ആ പുതിയ കാലത്തെ തലമുറയെ ഓർമ്മിപ്പിക്കുന്നത് പുഷ്പന്റെ ഈ ത്യാഗമാണ്. ഈ ത്യാഗം കൊണ്ട് എന്ത് നേടി എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം കേരളത്തിന്റെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്, നമ്മൾ കാണുകയാണ്.